ലോകത്തിന്റെ ഓരോ കോണിലും പറയാതെ ബാക്കി വെച്ച അനേകം കഥകളുണ്ട്. ചരിത്രം ഉറങ്ങുന്ന നഗരങ്ങളും പ്രകൃതി അത്ഭുതങ്ങൾ തീർത്ത നാടുകളും ആഡംബരത്തിന്റെ പുതിയ നിർവചനങ്ങൾ രചിച്ച ഇടങ്ങളും സംസ്കാരങ്ങളുടെ സംഗമ ഭൂമികളും ഇന്നും നമ്മെ കാത്തിരിക്കുന്നു. അത്തരത്തിലുള്ള വിസ്മയ ലോകങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ് ബക്കറ്റ് ലിസ്റ്റ്. ഓരോ എപ്പിസോഡിലും ഒരു പുതിയ നാട്, ഒരു പുതിയ നഗരം, ഒരു പുതിയ കഥ. ചരിത്രവും സംസ്കാരവും കൗതുകങ്ങളും അപൂർവ കാഴ്ചകളും ഒത്തുചേരുന്ന ലോകസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബക്കറ്റ് ലിസ്റ്റ് യാത്ര നമ്മെ കൊണ്ടുപോകുന്നത് ഏഷ്യയിലെ ഏറ്റവും തിളക്കമാർന്ന നഗരങ്ങളിലൊന്നായ മക്കാവുവിലേക്കാണ്. ചരിത്രവും ആഡംബരവും ലോകത്തിന്റെ ഏറ്റവും വലിയ കസിനോ വ്യവസായവും ഒത്തുചേരുന്ന ഈ നഗരത്തിന്റെ കഥയറിയാം. രാത്രിയുടെ ഇരുട്ട് ഭൂമിയെ പൊതിയുമ്പോൾ ഒരു നഗരം കൂടുതൽ പ്രകാശമുള്ളതായി മാറുന്നു. ആകാശത്തെ തൊടുന്ന ആഡംബര ഹോട്ടലുകൾ, ലക്ഷക്കണക്കിന് LED വിളക്കുകൾ കൊണ്ട് തിളങ്ങുന്ന കെട്ടിടങ്ങൾ, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഭാഗ്യം തേടിയെത്തുന്ന ജനക്കൂട്ടം. ആദ്യ നോട്ടത്തിൽ ഇത് അമേരിക്കയിലെ ലാസ് വെഗാസ് ആണെന്ന് തോന്നാം. എന്നാൽ അല്ല, ഇത് ഏഷ്യയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അത്ഭുത നഗരം, ഏഷ്യയുടെ ലാസ് വെഗാസ്, മക്കാവോ. ചിലർ ഇതിനെ ചൂതാട്ടത്തിന്റെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു, ചിലർ ആഡംബരത്തിന്റെ നഗരം എന്നും വിശേഷിപ്പിക്കുന്നു. എന്നാൽ ചരിത്രകാരന്മാർക്ക് മക്കാവോ മറ്റൊന്നാണ്. കിഴക്കും പടിഞ്ഞാറും കൈകോർത്തു നിൽക്കുന്ന അപൂർവ സംസ്കാരത്തിന്റെ ജീവനുള്ള സ്മാരകം. ചൈനയുടെ തെക്കൻ തീരത്ത് പേൾ റിവർ ഡെൽറ്റയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് മക്കാവോ സ്ഥിതി ചെയ്യുന്നത്. വെറും 33 ചതുരശ്ര കിലോമീറ്ററോളം മാത്രമാണെങ്കിലും ലോക സമ്പദ് വ്യവസ്ഥയിലും വിനോദസഞ്ചാര രംഗത്തും അതിൻ്റെ സ്വാധീനം അതിശയകരമാണ്. വടക്കുഭാഗത്ത് ചൈനയിലെ ഗുവാങ്ഡോങ് പ്രവിശ്യയും കിഴക്കുഭാഗത്ത് ഹോങ്കോങ്ങും. ഇന്നും ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമുദ്രപാലങ്ങളിലൊന്നായ ഹോങ്കോങ് ഷുഹായ് മക്കാവു പാലം ഈ നഗരത്തെ ഹോങ്കോങ്ങുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. ഏകദേശം 55 കിലോമീറ്റർ നീളമുള്ള ഈ പാലം ആധുനിക എഞ്ചിനീയറിംഗിന്റെ വിസ്മയങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ മക്കാവുവിന്റെ കഥ ആകാശചുംബികളിൽ നിന്നല്ല ആരംഭിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് ചെറിയ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു. ദക്ഷിണ ചൈന കടലിന്റെ തീരത്തുള്ള ഈ പ്രദേശം വ്യാപാരികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രകൃതിദത്ത തുറമുഖമായിരുന്നു. ചൈനയിലെ മിങ് രാജവംശത്തിന്റെ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നവർ കടലിനെ ആശ്രയിച്ചായിരുന്നു ഉപജീവനം കണ്ടെത്തിയിരുന്നത്. മക്കാവു എന്ന പേരിനും ഒരു കൗതുകകരമായ ചരിത്രമുണ്ട്. പ്രാദേശികമായി ആരാധിക്കപ്പെട്ടിരുന്ന ആമ കടൽ ദേവതയുടെ ക്ഷേത്രത്തിനടുത്ത് എത്തിയ പോർച്ചുഗീസ് നാവികർ ഈ പ്രദേശത്തിന്റെ പേര് ചോദിച്ചപ്പോൾ നാട്ടുകാർ ആമ ഗാവോ എന്ന് മറുപടി നൽകിയെന്നാണ് പ്രചാരമുള്ള ഒരു കഥ. പിന്നീട് അത് യൂറോപ്യൻ ഉച്ചാരണത്തിൽ മക്കാവു ആയി മാറിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇന്നും നഗരത്തിലെ ആമ ക്ഷേത്രം മക്കാവുവിലെ ഏറ്റവും പഴക്കമുള്ള ആരാധനാലയങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. 16-ാം നൂറ്റാണ്ടിൽ ലോകസമുദ്രങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന പോർച്ചുഗീസ് സാമ്രാജ്യം പുതിയ വ്യാപാരികൾ തേടി ഏഷ്യയിലേക്ക് എത്തിയിരുന്നു. മസാലകൾ, പട്ട്, ചൈനീസ് പോർസലിൻ, ചായ തുടങ്ങിയ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം യൂറോപ്പിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കവാടമായി അവർക്ക് ഈ പ്രദേശം തോന്നിയിരുന്നു. 1557 പോർച്ചുഗീസുകാർക്ക് ഇവിടെ സ്ഥിരതാമസം സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതോടെ മക്കാവുവിൻ്റെ ചരിത്രം പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. അടുത്ത 4 നൂറ്റാണ്ടിലേറെ കാലം മക്കാവു യൂറോപ്പിനും ചൈനയ്ക്കുമിടയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായി മാറി. ക്രിസ്ത്യൻ മിഷണറിമാരും കടൽ യാത്രികരും ശാസ്ത്രജ്ഞരും വ്യാപാരികളും ഇവിടെ എത്തിയിരുന്നു. യൂറോപ്യൻ ശൈലിയിലുള്ള പള്ളികളും ചൈനീസ് ക്ഷേത്രങ്ങളും ഒരേ നഗരത്തിൽ ഉയർന്നു വന്നു. ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണുന്ന സംസ്കാര സംഗമത്തിൻ്റെ ഉദാഹരണമായി മക്കാവു അവിടെ മാറുകയായിരുന്നു. ഇന്നും നഗരത്തിലെ പഴയ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പോർച്ചുഗീസ് സ്വാധീനമുള്ള കല്ലുപാകിയ നടപ്പാതകളും നിറമേറിയ കൊളോണിയൽ കെട്ടിടങ്ങളും കണ്ണിൽപ്പെടും. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ചൈനീസ് ക്ഷേത്രങ്ങളും ധൂപത്തിൻ്റെ സുഗന്ധവും പരമ്പരാഗത വിപണികളും സഞ്ചാരിയെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. 2 സംസ്കാരങ്ങൾ പരസ്പരം മാഞ്ഞു പോകാതെ ഒരുമിച്ച് വളർന്ന അപൂർവ നഗരമാണ് മക്കാവു. ഇന്നത്തെ മക്കാവു ചൈനയുടെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആണ്. 1999 ഡിസംബർ 20 പോർച്ചുഗൽ ഈ പ്രദേശം ചൈനയ്ക്ക് കൈമാറിയെങ്കിലും ഒരു രാജ്യം 2 സംവിധാനങ്ങൾ എന്ന നയപ്രകാരം മക്കാവുവിന് സ്വന്തം നിയമവ്യവസ്ഥയും സാമ്പത്തിക സംവിധാനവും ഭരണക്രമവും നിലനിർത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഭാഗമായിരുന്നാലും മക്കാവുവിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്നാൽ മക്കാവുവിനെ ലോകപ്രശസ്തമാക്കിയത് ചരിത്രം മാത്രമല്ല. കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുകുന്ന കാസിനോകൾ, ആഡംബര റിസോർട്ടുകൾ, രാത്രിയെ പകലാക്കുന്ന പ്രകാശലോകം, ലോകത്തിലെ ഏറ്റവും വലിയ ചൂതാട്ട വ്യവസായം, ഇവയൊക്കെയാണ് മക്കാവുവിൻ്റെ മുഖം. ആ അത്ഭുത ലോകത്തിൻ്റെ കഥ ഇനിയും ബാക്കിയുണ്ട്. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പോർച്ചുഗീസുകാർ മക്കാവുവിൽ സ്ഥിരതാമസം സ്ഥാപിച്ചതോടെ ഈ ചെറിയ പ്രദേശം ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി മാറാൻ തുടങ്ങി.
യൂറോപ്പിൽ നിന്ന് കപ്പലുകൾ മാസങ്ങളോളം കടൽ താണ്ടിയെത്തിയത് വെറും 1 ലക്ഷത്തോടെയായിരുന്നു ചൈനയുടെ സമ്പത്തുമായി വ്യാപാരം നടത്തുക. 1557 പോർച്ചുഗീസുകാർക്ക് മക്കാവുവിൽ സ്ഥിരമായി താമസിക്കാനും വ്യാപാരം നടത്താനും അനുമതി ലഭിച്ചു. അതോടെ മക്കാവു ചൈനയിലേക്കുള്ള യൂറോപ്യൻ വ്യാപാരികളുടെ പ്രധാന കവാടമായി മാറി. ചൈനയിൽ നിന്നുള്ള പട്ട്, ചായ, പാത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങൾ മക്കാവുവിലൂടെ യൂറോപ്പിലെത്തി. അതേസമയം യൂറോപ്പിൽ നിന്നുള്ള വെള്ളിയും മറ്റു വസ്തുക്കളും ഏഷ്യൻ വിപണിയിലേക്ക് എത്തി. മക്കാവു വെറും വ്യാപാര കേന്ദ്രം മാത്രമായിരുന്നില്ല, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പാലമായിരുന്നു അത്. യൂറോപ്യൻ ശാസ്ത്രവും നാവിഗേഷൻ സാങ്കേതികവിദ്യയും ഇവിടെ എത്തി. മറുവശത്ത് ചൈനയുടെ കലയും സംസ്കാരവും യൂറോപ്പിലേക്ക് പരിചയപ്പെടുത്തുന്നതിലും മക്കാവു നിർണായക പങ്കുവഹിച്ചു. പോർച്ചുഗീസ് ഭരണകാലത്ത് നിരവധി പള്ളികളും കോട്ടകളും ഭരണകെട്ടിടങ്ങളും ഇവിടെ പണിതു. ഇന്ന് ലോകപ്രശസ്തമായ സെന്റ് പോൾസ് ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഓർമ്മയാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ദേവാലയം ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 1835 ഉണ്ടായ തീപിടുത്തത്തിൽ ഭൂരിഭാഗവും നശിച്ചു. ഇന്നും മുൻവശത്തെ കൽമുഖം മാത്രം ചരിത്രത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ സ്മാരകം കാണാൻ ഇവിടെ എത്തുന്നത്. പോർച്ചുഗീസുകാർ നഗരത്തിന്റെ സുരക്ഷയ്ക്കായി നിരവധി കോട്ടകളും നിർമ്മിച്ചിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് മോണ്ടെ ഫോർട്ട്. നഗരത്തെയും തുറമുഖത്തെയും സംരക്ഷിക്കാൻ നിർമ്മിച്ച ഈ കോട്ടയിൽ നിന്നാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചിരുന്നത്. ഇന്നിവിടെ നിന്നാൽ മക്കാവു നഗരത്തിന്റെ മനോഹരമായ കാഴ്ച മുഴുവൻ കാണാൻ സാധിക്കും. പോർച്ചുഗീസ് ഭരണത്തിന്റെ മറ്റൊരു പ്രത്യേകത മതസഹിഷ്ണുതയായിരുന്നു. ക്രൈസ്തവ പള്ളികൾ ഉയർന്നപ്പോഴും ചൈനീസ് ക്ഷേത്രങ്ങൾ അതേ ബഹുമാനത്തോടെ നിലനിന്നു. അതുകൊണ്ടാണ് ഒരേ നഗരത്തിൽ യൂറോപ്യൻ ദേവാലയങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചൈനീസ് ക്ഷേത്രങ്ങളും ഇന്നും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകം മാറുകയായിരുന്നു. ഏഷ്യയിലെ പല കോളനികളും സ്വാതന്ത്ര്യം നേടുകയും യൂറോപ്യൻ സാമ്രാജ്യങ്ങളുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു. 1987 പോർച്ചുഗലും ചൈനയും തമ്മിൽ ഒരു ചരിത്ര കരാർ ഒപ്പുവെച്ചു. അതനുസരിച്ച് മക്കാവു 1999 ഡിസംബർ 20 ചൈനയ്ക്ക് കൈമാറാൻ തീരുമാനമായി. ഡിസംബർ 19-ാം തീയതിയുടെ അർദ്ധരാത്രി ലോകം ഉറ്റുനോക്കിയ ഒരു നിമിഷമായിരുന്നു. പോർച്ചുഗീസ് പതാക താഴ്ത്തി ചൈനയുടെ ദേശീയ പതാക ഉയർത്തി. 442 വർഷം നീണ്ടുനിന്ന പോർച്ചുഗീസ് ഭരണത്തിന് അങ്ങനെ ഔദ്യോഗികമായി വിരാമമായി. മക്കാവു ചൈനയുടെ പ്രത്യേക ഭരണപ്രദേശമായി മാറുകയും ചെയ്തു. എന്നാൽ ചൈന ഒരു നിർണായക ഉറപ്പ് നൽകി. ഒരു രാജ്യം രണ്ട് സംവിധാനങ്ങൾ എന്ന നയപ്രകാരം മക്കാവുവിൻ്റെ സാമ്പത്തിക സംവിധാനവും നിയമവ്യവസ്ഥയും കറൻസിയും അതിർത്തി നിയന്ത്രണവും ഒരു നിശ്ചിത കാലയളവിലേക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് പ്രഖ്യാപിച്ചു. അതിനാൽ മക്കാവു ചൈനയുടെ ഭാഗമാണെങ്കിലും നിരവധി കാര്യങ്ങളിൽ അത് ഇന്നും ഒരു പ്രത്യേക ഭരണരീതിയാണ് പിന്തുടരുന്നത്. ഇന്നും മക്കാവുവിൻ്റെ ഔദ്യോഗിക ഭാഷകളിലൊന്നാണ് പോർച്ചുഗീസ്. തെരുവു പേരുകൾ ചൈനീസിലും പോർച്ചുഗീസിലും എഴുതിയിരിക്കുന്നത് കാണാം. കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, നിറങ്ങളാർന്ന ചത്വരങ്ങൾ, യൂറോപ്യൻ വാസ്തുവിദ്യ ഇവയെല്ലാം ആ ചരിത്രത്തിൻ്റെ അടയാളങ്ങളാണ്. ചരിത്രത്തിൻ്റെ ആഴവും ആധുനികതയുടെ വേഗവും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന നഗരമാണ് മക്കാവു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലുവീഥികളിലൂടെ നടന്നാൽ ഏതാനും മിനിറ്റുകൾക്കകം കണ്ണാടി കൊട്ടാരങ്ങളെപ്പോലെ തിളങ്ങുന്ന ആകാശ ചുംബികളിലേക്കാണ് യാത്ര എത്തുന്നത്. ചരിത്രവും ഭാവിയും കൈകോർക്കുന്ന ഈ നഗരത്തിന് വിസ്മയിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന ഒരു മുഖമുണ്ട്. കാരണം ഇനി പറയാൻ പോകുന്നത് മക്കാവുവിനെ ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോ സാമ്രാജ്യമാക്കി മാറ്റിയ അത്ഭുത കഥയാണ്. മരുഭൂമിയിലെ ലാസ് വെഗാസിനെ വെല്ലുവിളിച്ച ഏഷ്യയുടെ പ്രകാശ നഗരം എങ്ങനെ രൂപം കൊണ്ടു? അതാണ് ഇനി വരാൻ പോകുന്നത്. 1999 ചൈനയുടെ പ്രത്യേക ഭരണപ്രദേശമായി മാറിയ മക്കാവു പുതിയൊരു ചരിത്രത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. എന്നാൽ ലോകത്തെ അമ്പരപ്പിച്ച ഏറ്റവും വലിയ മാറ്റം നടന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. 2022 മക്കാവു സർക്കാർ കാസിനോ വ്യവസായത്തിൽ നിലനിന്നിരുന്ന ദീർഘകാല കുത്തക അവസാനിപ്പിച്ചു. അന്താരാഷ്ട്ര കമ്പനികൾക്ക് ലൈസൻസ് അനുവദിച്ചതോടെ അമേരിക്കയിലെയും ഏഷ്യയിലെയും പ്രമുഖ വിനോദ കാസിനോ കമ്പനികൾ മക്കാവുവിലേക്ക് വൻതോതിൽ നിക്ഷേപം ആരംഭിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നഗരം ഒരു വമ്പൻ നിർമ്മാണ പ്രവർത്തന കേന്ദ്രമായി മാറി. കടലിൽ നിന്ന് ഭൂമി വീണ്ടെടുത്ത് രൂപപ്പെടുത്തിയ കൊഡായി പ്രദേശമാണ് ഈ മാറ്റത്തിൻ്റെ കേന്ദ്രബിന്ദു. കോലോവാനെയും തായ്പേയും ബന്ധിപ്പിക്കുന്ന ഈ പുതിയ ഭൂവിഭാഗം പിന്നീട് കൊഡായി സ്ട്രിപ്പ് എന്ന പേരിൽ ലോകപ്രശസ്തമായി. അമേരിക്കയിലെ ലാസ് വെഗാസ് സ്ട്രിപ്പിൻ്റെ മാതൃകയിൽ വികസിപ്പിച്ച ഈ പ്രദേശം ഇന്ന് മക്കാവുവിൻ്റെ വിനോദസഞ്ചാര ഹൃദയമാണ്. ഇവിടെ ഉയർന്നു വന്നത് സാധാരണ ഹോട്ടലുകളല്ല, ഓരോ റിസോർട്ടും ഒരു ചെറിയ നഗരം പോലെ രൂപകൽപ്പന ചെയ്തതാണ്. ആയിരക്കണക്കിന് മുറികൾ, നൂറുകണക്കിന് ആഡംബര കടകൾ, ഭീമൻ കോൺഫറൻസ് ഹാളുകൾ, സംഗീത വേദികൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, കസിനോകൾ എല്ലാം ഒരേ സമുച്ചയത്തിനുള്ളിൽ. അവയിൽ ഏറ്റവും പ്രശസ്തമായത് ദി വെനീഷ്യൻ മക്കാവു ആണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ റിസോർട്ടിൽ 3000-ലധികം സ്യൂട്ടുകളുണ്ട്. ഇറ്റലിയിലെ വെനീസ് നഗരത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച അകത്തെ കനാലുകളിലൂടെ യഥാർത്ഥ ഗോണ്ടോകളിൽ സഞ്ചരിക്കാനും സന്ദർശകർക്ക് അവസരമുണ്ട്. നീലാകാശത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന മേൽക്കൂരയും യൂറോപ്യൻ തെരുവുകളുടെ പകർപ്പും ഈ കെട്ടിടത്തെ ഒരു സിനിമാ സെറ്റ് പോലെ അനുഭവിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗാലക്സി മക്കാവോ, വൈൻ പാലസ്, MGM കൊഡായ്, ദി പരീസിയൻ മക്കാവോ, സിറ്റി ഓഫ് ഡ്രീംസ് തുടങ്ങിയ റിസോർട്ടുകളും ലോകോത്തര ആഡംബരത്തിൻ്റെ പ്രതീകങ്ങളാണ്. പാരീസിലെ ഈഫൽ ടവറിൻ്റെ മാതൃക, ലണ്ടൻ തെരുവുകൾ, യൂറോപ്യൻ കൊട്ടാരങ്ങളുടെ ശൈലി ഇവയെല്ലാം ഒരേ നഗരത്തിൽ കാണാനാകുന്നത് മക്കാവുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ ഈ കെട്ടിടങ്ങളുടെ ഹൃദയഭാഗം കസിനോകളാണ്. ബാക്കാററ്റ്, ബ്ലാക്ക് ജാക്ക്, റൂലെറ്റ്, പോക്കർ തുടങ്ങി നിരവധി കളികൾ ഇവിടെ നടക്കുന്നു. പ്രത്യേകിച്ച് ബാക്കാററ്റ് എന്ന കാർഡ് ഗെയിമാണ് മക്കാവുവിലെ കസിനോകളുടെ പ്രധാന ആകർഷണം. ഏഷ്യയിലെ സമ്പന്നരായ കളിക്കാരിൽ വലിയൊരു വിഭാഗം ഈ കളിയിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. കസിനോകളിൽ എത്തുന്നവരിൽ എല്ലാവരും ചൂതാട്ടത്തിനായി മാത്രം വരുന്നവരല്ല. ലോകോത്തര സംഗീത പരിപാടികൾ, നാടകങ്ങൾ, മാജിക് ഷോകൾ, കുടുംബ വിനോദങ്ങൾ, കുട്ടികൾക്കുള്ള ആകർഷണങ്ങൾ, വിശാലമായ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവയെ മക്കാവുവിനെ ഒരു സമഗ്ര വിനോദസഞ്ചാരമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു കാലത്ത് മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഈ പ്രദേശം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള മേഖലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കസിനോകളും വിനോദസഞ്ചാരവും ചേർന്നാണ് മക്കാവുവിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു പങ്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. എന്നാൽ ഈ വളർച്ചയ്ക്ക് വെല്ലുവിളികളും ഉണ്ടായിരുന്നു. ചൂതാട്ട വ്യവസായത്തെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥ അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ മക്കാവു സർക്കാർ വിനോദസഞ്ചാരത്തിൻ്റെ മറ്റു മേഖലകളിലേക്കും ശ്രദ്ധ തിരിച്ചു. ഇന്ന് മക്കാവുവിലെ പല റിസോർട്ടുകളിലും കാസിനോയേക്കാൾ വലിയ വിസ്തീർണം ഷോപ്പിംഗ് മാളുകൾക്കും കോൺഫറൻസ് സെൻ്ററുകൾക്കും കലാപരിപാടികൾക്കുമാണ്. അതിലൂടെ ചൂതാട്ട നഗരം എന്ന ഒറ്റ വിശേഷണത്തിൽ നിന്ന് ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലേക്ക് മക്കാവു മാറാൻ ശ്രമിക്കുകയാണ്. രാത്രി വീഴുമ്പോൾ കൊഡായ് സ്ട്രിപ്പിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരു സ്വപ്നലോകത്തു കൂടി നടക്കുന്നത് പോലെയാണ് അനുഭവം. സംഗീതത്തിൻ്റെ താളത്തിൽ നൃത്തം ചെയ്യുന്ന ജലധാരകൾ, നിറം മാറുന്ന പ്രകാശ കാഴ്ചകൾ, കണ്ണാടി പോലെ തിളങ്ങുന്ന കെട്ടിടങ്ങൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഷകളും മുഴങ്ങുന്ന തെരുവുകൾ, മക്കാവുവിൻ്റെ ആധുനിക മുഖം അവിടെയാണ് പൂർണ്ണമാകുന്നത്. എന്നാൽ മക്കാവുവിൻ്റെ ആത്മാവ് ഇപ്പോഴും ചരിത്രത്തിലാണ്. തിളങ്ങുന്ന കസിനോകൾക്ക് ഏതാനും കിലോമീറ്റർ അകലെയായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളും ക്ഷേത്രങ്ങളും കല്ലുപാകിയ തെരുവുകളും ഇന്നും നിലനിൽക്കുന്നു. ആ പൈതൃകമാണ് ഈ നഗരത്തെ മറ്റെല്ലാ കാസിനോ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇനി മക്കാവുവിൻ്റെ സാംസ്കാരിക പൈതൃകം, യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങൾ, ഭക്ഷണ സംസ്കാരം, മക്കാവു ഗ്രാൻഡ് പ്രീ, വർണ്ണാഭമായ ഉത്സവങ്ങൾ, അതിശയിപ്പിക്കുന്ന രസകരമായ വസ്തുതകൾ എന്നിവയിലൂടെ ഈ നഗരത്തിൻ്റെ മറ്റൊരു മുഖം പരിചയപ്പെടാം. മക്കാവുവിനെ ലോകം ഇന്ന് കാസിനോകളുടെ നഗരമായി തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഈ നഗരത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് അതിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആധുനിക ആകാശ ചുംബികൾക്കിടയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെരുവുകളും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു. 2005 ഹിസ്റ്റോറിക് സെൻറ്റർ ഓഫ് മക്കാവു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ഏകദേശം 20-ലധികം ചരിത്ര സ്മാരകങ്ങളും പൊതുസ്ഥലങ്ങളും ഉൾപ്പെടുന്ന ഈ പ്രദേശം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിൻ്റെ അപൂർവ സാക്ഷ്യമായി യുനെസ്കോ വിലയിരുത്തുന്നു. മക്കാവുവിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകം സെൻറ്റ് പോൾസ് ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇന്ന് മുകൾ ഭാഗത്തെ കൽമുഖം മാത്രമാണ് ശേഷിക്കുന്നതെങ്കിലും അതിൻ്റെ കൊത്തുപണികളും ശില്പങ്ങളും യൂറോപ്യൻ നവോത്ഥാന വാസ്തുവിദ്യയുടെ മികവ് തെളിയിക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തി ഈ ചരിത്ര സ്മാരകങ്ങൾക്ക് മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നു. അതിനടുത്തുള്ള സെനാഡോ സ്ക്വയർ മറ്റൊരു ആകർഷണമാണ്. പോർച്ചുഗീസ് ശൈലിയിലുള്ള തിരമാല രൂപകൽപ്പനയുള്ള കല്ലുപാകിയ നടപ്പാതകളും നിറമേറിയ കൊളോണിയൽ കെട്ടിടങ്ങളും ചേർന്ന് ഈ പ്രദേശത്തെ യൂറോപ്പിലെ ഒരു പഴയ നഗരമെന്ന തോന്നൽ നൽകുന്നു. ഇവിടെ നടക്കുമ്പോൾ ചൈനയിലാണെന്ന കാര്യം പോലും ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. എന്നാൽ ഏതാനും വഴികൾ പിന്നിട്ടാൽ തന്നെ അന്തരീക്ഷം മാറുന്നു. ധൂപത്തിൻ്റെ സുഗന്ധം നിറഞ്ഞ ചൈനീസ് ക്ഷേത്രങ്ങൾ, പരമ്പരാഗത ഔഷധ കടകൾ, പഴയ മാർക്കറ്റുകൾ ഇവ മക്കാവുവിൻ്റെ ഏഷ്യൻ ആത്മാവിനെ പരിചയപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ആമ ക്ഷേത്രം നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള ആരാധനാലയങ്ങളിൽ ഒന്നാണ്. മക്കാവുവിൻ്റെ പേരുപോലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നു. ഭക്ഷണ രുചിയിലും മക്കാവു അതുല്യമാണ്. പോർച്ചുഗീസ് പാചകരീതിയും ചൈനീസ് വിഭവങ്ങളും ചേർന്ന് ഇവിടെ രൂപം കൊണ്ടതാണ് മെക്കാനീസ് ക്യുസീൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫ്യൂഷൻ ഭക്ഷണ രീതികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. സഞ്ചാരികൾ നിർബന്ധമായി ആസ്വദിക്കേണ്ട വിഭവങ്ങളിൽ ഒന്നാണ് പോർച്ചുഗീസ് എഗ് ടാർട്ട്. പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ മൃദുലവുമായ ഈ മധുരപലഹാരം ഇന്ന് മക്കാവുവിൻ്റെ പ്രതീകങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. അതുപോലെ മിൻചി, ആഫ്രിക്കൻ ചിക്കൻ വിഭവങ്ങൾ, വിവിധ സമുദ്ര വിഭവങ്ങൾ എന്നിവയും ഇവിടെ പ്രശസ്തമാണ്. വർഷം തോറും
നിരവധി ഉത്സവങ്ങളാണ് മക്കാവുവിനെ വർണ്ണാഭമാക്കുന്നത്. ചൈനീസ് പുതുവത്സരം, ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ, മിഡ് ഓട്ടം ഫെസ്റ്റിവൽ എന്നിവ പരമ്പരാഗത ചൈനീസ് ആഘോഷങ്ങൾക്ക് നിറം പകരുമ്പോൾ പോർച്ചുഗീസ് സ്വാധീനമുള്ള മതപരമായ ആഘോഷങ്ങളും നഗരത്തിൻ്റെ മറ്റൊരു മുഖം തുറന്നുകാട്ടുന്നു. കായിക രംഗത്ത് മക്കാവുവിൻ്റെ അഭിമാനമാണ് മക്കാവോ ഗ്രാൻഡ് പ്രീ. 1954 മുതൽ നടക്കുന്ന ഈ മോട്ടോർ റേസിംഗ് മത്സരം ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സ്ട്രീറ്റ് സർക്യൂട്ടുകളിൽ ഒന്നായ ഗിയ സർക്യൂട്ടിലാണ് നടക്കുന്നത്. ഫോർമുല കാറുകളും മോട്ടോർ സൈക്കിളുകളും ഒരേ വാരാന്ത്യത്തിൽ മത്സരിക്കുന്ന അപൂർവ ഇവൻ്റായതിനാൽ ലോകമെമ്പാടുമുള്ള റേസിംഗ് ആരാധകർ ഈ മത്സരം കാണാനെത്തുന്നു. മക്കാവോ ഇന്ന് വിനോദസഞ്ചാരത്തിന് പുറമെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളുടെയും പ്രദർശനങ്ങളുടെയും പ്രധാന കേന്ദ്രമാണ്. ലോകോത്തര ഹോട്ടലുകളും കൺവെൻഷൻ സെൻ്ററുകളും കാരണം ആയിരക്കണക്കിന് ബിസിനസ് പ്രതിനിധികളും വർഷം തോറും ഇവിടെ എത്തിച്ചേരുന്നു. രസകരമായ മറ്റൊരു വസ്തുതയും മക്കാവോവിനുണ്ട്. ഔദ്യോഗിക ഭാഷകൾ ചൈനീസും പോർച്ചുഗീസുമാണ്. എന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇംഗ്ലീഷും വ്യാപകമായി ഉപയോഗിക്കുന്നു. മക്കാവുവിന് സ്വന്തം കറൻസിയായ മക്കാനീസ് പട്ടാക്ക ഉണ്ടെങ്കിലും ഹോങ്കോങ് ഡോളറും ഇവിടെ സ്വീകരിക്കപ്പെടുന്നു. ചെറിയ വിസ്തീർണമുള്ള പ്രദേശമായിട്ടും ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നാണ് മക്കാവോ. എന്നിരുന്നാലും നഗരാസൂത്രണവും പൊതുഗതാഗത സംവിധാനവും കാരണം സന്ദർശകർക്ക് യാത്ര വളരെ എളുപ്പമാണ്. മക്കാവോ ഇന്ന് വലിയൊരു ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. കസിനോകൾക്കപ്പുറം നഗരത്തിൻ്റെ ഭാവി എന്തായിരിക്കും? അതിനുത്തരമായി സാംസ്കാരിക ടൂറിസം, കുടുംബ സൗഹൃദ വിനോദങ്ങൾ, കല, കായികം, സാങ്കേതികവിദ്യ, അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയാണ് സർക്കാർ. ഭാവിയിലെ മക്കാവോ ഒരു കാസിനോ നഗരം മാത്രമല്ല, ലോകോത്തര വിനോദ സാംസ്കാരിക കേന്ദ്രവുമായിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. രാത്രിയിൽ പ്രകാശം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നഗരമാണ് മക്കാവോ. പക്ഷേ ആ പ്രകാശത്തിന് പിന്നിൽ 4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്രമുണ്ട്. പോർച്ചുഗീസുകാരുടെ കടൽ യാത്രകളുടെ കഥയുണ്ട്. ചൈനയുടെ പൈതൃകമുണ്ട്. ലോകത്തെ കീഴടക്കിയ കസിനോ സാമ്രാജ്യത്തിൻ്റെ കഥയുണ്ട്. ഒരേ തെരുവിൽ യൂറോപ്പിൻ്റെ വാസ്തുവിദ്യയും ഏഷ്യയുടെ ആത്മാവും കൈകോർക്കുന്ന അപൂർവ അനുഭവമുണ്ട്. അതിനാലാണ് മക്കാവോ ഒരു ചൂതാട്ട നഗരം മാത്രമല്ലെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് സംസ്കാരങ്ങളുടെ സംഗമമാണ്. ഭൂതകാലവും ഭാവിയും ഒരേ വേദിയിൽ ഒരുമിച്ച് ജീവിക്കുന്ന അത്ഭുത നഗരമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നെത്തുന്ന സഞ്ചാരിക്കും മക്കാവോ സമ്മാനിക്കുന്നത് ഒരു യാത്ര മാത്രമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാകും. മക്കാവുവിലേക്ക് എങ്ങനെ പോകാം? ഇന്ത്യയിൽ നിന്ന് മക്കാവുവിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സഞ്ചാരികളും ഹോങ്കോങ്, സിംഗപ്പൂർ, ബാങ്കോക്ക്, ക്വാലാലംപൂർ തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. മക്കാവുവിന് സ്വന്തമായിട്ട് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. അതിനാൽ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് 1-2 സ്റ്റോപ്പുകളുള്ള വിമാനയാത്രകളിലൂടെ മക്കാവുവിൽ എത്തിച്ചേരാം. എന്നാൽ ഏറ്റവും ജനപ്രിയമായ മാർഗം ഹോങ്കോങ് വഴിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം ഹോങ്കോങ്ങിലെത്തുക. അവിടെ നിന്ന് ലോകപ്രശസ്തമായ ഹോങ്കോങ് ചുഹായ് മക്കാവു പാലം വഴി ബസ്സിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ മക്കാവുവിലെത്താം. കടലിന് മുകളിലൂടെ നീളുന്ന ഈ മനോഹരമായ യാത്ര ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. അതല്ലെങ്കിൽ ഹൈസ്പീഡ് ഫെറിയിലും ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവുവിലേക്ക് നമുക്ക് വളരെ എളുപ്പം യാത്ര ചെയ്യാം. മക്കാവുവിലെത്തിയാൽ പിന്നെ യാത്രയെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും വേണ്ട. നഗരത്തിലെ പ്രധാന കാസിനോകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പല റിസോർട്ടുകളും സൗജന്യ ഷട്ടിൽ ബസ് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുഗതാഗത സംവിധാനവും വളരെ മികച്ചതാണ്. ഒരു കാര്യം മാത്രം മറക്കരുത്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾ വിസയും പ്രവേശന നിയമങ്ങളും സംബന്ധിച്ച ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കണം. കാരണം യാത്രാ നടപടികളിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നഗരങ്ങളുടെയും അവയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതിശയിപ്പിക്കുന്ന കഥകളുടെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു രാജ്യത്തേക്കും അവിടുത്തെ വിസ്മയ ലോകത്തേക്കും യാത്ര തിരിക്കാം. ആ നാടിൻ്റെ മറഞ്ഞുകിടക്കുന്ന വിശേഷങ്ങളും കൗതുകവും ചരിത്രവും ആഡംബരവും പരിചയപ്പെടാം. അത്ഭുതങ്ങൾ തേടിയുള്ള അടുത്ത യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.